പ്രിയ സുഹൃത്തുക്കളെ, ഇതിൻ്റെ അകത്ത് പ്രത്യേകം തന്നെ ഈ ഷോർട്ട് പുട്ട് നമ്മൾ എറിയണേക്കാൾ മുമ്പ് നമ്മൾ ഈ രണ്ടോ മൂന്നോ ഒരു 10 എണ്ണം ഡെയിലി ഈ പുഷപ്പ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഷോട്ട് എറിയാൻ നേരത്ത് കൈക്ക് ഭയങ്കര പവറായിരിക്കും. ആ ഷോട്ട് എറിയണേക്കാൾ മുമ്പ് പുഷപ്പ് ഒരു 5 എണ്ണം അടിക്കുകയാണെങ്കിൽ നമ്മുടെ കൈക്ക് ഭയങ്കര പവറായിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് നേരത്തെ നിന്ന് എല്ലാവരും അവിടെ പുഷപ്പ് അടിക്കാനാ. ഓക്കെ, റെഡി 1. നമ്മളിപ്പോൾ ഷോർട്ട് പുട്ട് എറിയണേക്കാൾ മുമ്പ് ഒരു 10 പുഷപ്പ് അടിക്കാനാണ് ഇവർ കാണുന്നത്. ആ പുഷപ്പ് അടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ ഷോർട്ട് പുട്ട് എറിയാൻ നേരത്ത് ഭയങ്കര പവറായിരിക്കും കൈക്ക് കിട്ടുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഷോർട്ട് പുട്ട് എറിയണേക്കാൾ മുമ്പ് ഡമ്പലെടുത്തിട്ട് ഒന്ന് ശരിക്കും വയ്ക്കുക. അപ്പം നമ്മൾ ഈ കൈക്ക് നല്ല പവറായിരിക്കും. ഈ കൈ കണ്ട, ഈ കൈക്ക് നല്ല പവർ ഇട്ട് ഷോർട്ട് 2 മാറും അപ്പുറം അടിക്കും ശരിക്കും കണ്ട. കാരണം നമുക്ക് കുറച്ച് കൈക്ക് കനം കുറവും ശക്തി കുറവുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഡമ്പലെടുത്ത് ഇപ്പോൾ 5-10 കിലോ ഡമ്പലുണ്ട്. ആ ഡമ്പലെടുത്ത് മാറി 2-3 എണ്ണം അടിച്ചിട്ട് നമ്മൾ ഷോർട്ട് പുട്ട് എറിയുകയാണെങ്കിൽ നമ്മുടെ കൈക്ക് ഭയങ്കര പവറായിരിക്കും. എന്നിട്ട് നമ്മൾ ഷോർട്ട് പുട്ട് എറിഞ്ഞ് നോക്കി ഈസി ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ കവർ ചെയ്യാൻ പറ്റും. അതൊന്നും ശ്രദ്ധിക്കേണ്ട കേസാണ് പിള്ളേർ കേട്ടോ. ഓക്കെ. ഷോട്ട് നിലത്തുനിന്ന് എടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് എടുക്കുന്നത് അപകടകരമാണ്. 2 കൈ ഉപയോഗിച്ചും ഷോട്ട് ഉയർത്തിയതിന് ശേഷം ഷോൾഡറിൽ ഹോൾഡ് ചെയ്യുക. ഇതാണ് ശരിയായ രീതി. ഇപ്പോൾ ഷോട്ട് ഇങ്ങനെ എടുത്തു. ഷോട്ട് ഈ കയ്യിൽ ഇതെങ്ങനെ വെച്ചു. നമ്മൾ ഈ 2 പേരിൽ നമ്മളത് എങ്ങനെയാണ് പോകാൻ കണ്ടു. ഒരു കുഴി ആണ് ഇതിൻ്റെ ഷോട്ട് കണ്ട. ഇവിടെയും കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് കണ്ട. ഷോർട്ട് പുട്ട് എറിഞ്ഞ പ്രത്യേകം തന്നെങ്കിൽ ഇവിടെ നമ്മൾ ഷോട്ട് ഇങ്ങനെ എറിഞ്ഞാൽ ശരിക്കും പഞ്ച് ചെയ്ത് ഇവിടെ നിന്നുള്ള ആ വലിച്ചിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ ഈ സ്ഥലത്തേക്ക് നമുക്ക് ഇത് ഷോർട്ട് പുട്ട് കവർ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ചിലർ അറിയാൻ പാടത്ത് വരുമ്പോൾ തന്നെ ഇങ്ങനെയാണ് എറിയുകയാണെങ്കിൽ അത് കവർ ചെയ്യില്ല. നേരെ മറിച്ച് അത് ശരിക്കും പഞ്ച് ചെയ്ത് ഇങ്ങനെ പൊങ്ങി എറിയുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഏരിയ വിട്ട് ഇങ്ങനെ ബോൾ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് ചാടാൻ പറ്റും. അതാണ് ഷോർട്ട് പുട്ട് വരും. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കേസാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോട്ട് ഇങ്ങനെ എറിയാൻ നേരത്ത് ശരിക്കും എറിഞ്ഞു കഴിഞ്ഞ് അങ്ങോട്ട് ഇവിടുന്നാണ് ആ വലിച്ചു കൊണ്ട് ഇവിടുന്ന് വരുമ്പോൾ നമ്മൾ ശരിക്കും പൊങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെല്ലും ബാക്കിലേക്ക് വന്നു കഴിഞ്ഞ് വരണം. അല്ലാതെ നേരെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഫൗളായി പോകും. അത് എപ്പോഴും നിങ്ങളുടെ മെമ്മറിയിൽ വന്ന സാധനം അത്. കാരണം നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് എറിയുന്ന ആദ്യത്തെ ഒരു എറിയലിനായിരിക്കും ചിലപ്പോൾ നമുക്ക് ഷോർട്ട് പുട്ട് ഇവിടെ ഇതായി പോകുന്നത്. അപ്പോൾ നമ്മൾ കിട്ടിയില്ലോ എന്നുള്ള ആകാംക്ഷയോടെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകരുത്. നിങ്ങൾ നേരെ ബാക്കിലേക്ക് ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. ഓക്കെ.